അതോറിറ്റി, അധികാരം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അടുത്ത് വരുന്ന 4-5 ദിവസത്തേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കേൾക്കുന്നവർ അടുത്ത ദിവസത്തേക്കൂടെ ശ്രദ്ധയോടെ കേട്ടാൽ നല്ലതാണ്. ദൈവം പല പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചെടുക്കുമ്പം എൻ്റെ കൂടെ യാത്ര ചെയ്ത് നമുക്ക് സ്വർഗത്തിലെ സിയോനിലേക്ക് കയറുമ്പം നമ്മളെ തന്നെയല്ല, നമ്മുടെ ഭർത്താക്കന്മാർ, ആണുങ്ങളാണെങ്കിൽ ഭാര്യമാരെ, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ എല്ലാവരും സ്വർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള അധികാരം ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ ആരുടെ അധികാരത്തിലാണ് നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അതോറിറ്റിയെക്കുറിച്ച്, അതോറിറ്റി മീൻസ് ഓതർ സൃഷ്ടികർത്താവ്. ഇപ്പോൾ ലേഖനത്തിൻ്റെ ഓതർ ആരാണ്? ബുക്ക് എഴുതിയ നമ്മൾ ഓതർ, രചിച്ച ആളിനെ. അപ്പം ആ ഓതർ എന്ന് പറയുമ്പോൾ ഒരു സൃഷ്ടാവ് പുറകിലുണ്ട്, സൃഷ്ടി വരുന്നു. ക്രിയേഷൻ ആൻഡ് ക്രിയേറ്റർ. അപ്പം അതോറിറ്റി എന്ന് പറയുമ്പോൾ ഗോഡ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓതർ. ഭൂമിയും ഭൂതലവും മുഴുവനും സൃഷ്ടിച്ചത് ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സുകൊണ്ട് ആദ്യം വിശ്വസിച്ച് കഴിയുമ്പം വി ആർ നോ മോർ ഓർഫൻസ്. നമ്മൾ പിന്നെ ഇനി അനാഥരല്ല. എൻ്റെ കാര്യങ്ങളും എന്നെ സൃഷ്ടിച്ച ഒരാൾ എൻ്റെ പുറകിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ട് വേണം ഈ കേൾക്കാൻ പോകുന്ന വചനം. അപ്പം അതോറിറ്റി നമ്മളോട് പറയുന്ന ഓതർ, സൃഷ്ടാവ്. ഗോഡ് ഈസ് ദി ഓതർ ഓഫ് ദ വേൾഡ്. ഓതർ, അതോറിറ്റി. God is the highest authority. He is the one who gives, sustains, ends life and gives life and takes back from us. ദൈവമാണ് നമുക്ക് ജീവൻ തരുന്നത്, നമ്മളെ സസ്റ്റെയിൻ ചെയ്യുന്നത്, നമ്മളെ തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ജീവിത കാലയളവ്, ഒരു സർട്ടൻ പീരിയഡ് ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ തന്നിരിക്കുക. ഇതൊരു വലിയ മഹാപദവിയാണ്, സ്വർഗത്തിൽ ഒരു മഹാഭാഗ്യമാണ്. പക്ഷേ പലരും അയ്യോ ജീവിതം ദുരിതമാണ്, കഷ്ടമാണ് എന്ന് പറയുന്നതിൻ്റെ റീസൺ ഈ സത്യം അറിയുന്നില്ല. എന്തിനാണ് ഞാൻ വന്നതെന്ന് അറിയുന്നില്ലെങ്കിൽ ഞാൻ വഴിയോരത്ത് അലഞ്ഞ് നടക്കും. അപ്പോൾ നമുക്ക് ഈ അൽസൈമേഴ്സ് അസുഖമൊക്കെ ഉള്ളവർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓർക്കത്തില്ല, പിന്നെ അവരെങ്ങോട്ട് പോകും, ആരെങ്കിലും സഹായിക്കണം. അതുപോലെയാണ് ആത്മീയ ഗോളത്തിൽ നമുക്കെല്ലാം മറവി വന്നത്. എപ്പം തുടങ്ങിയതാണെന്നോ? ഏദൻ തോട്ടത്തിൽ വെച്ച്. നമ്മൾ ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്ത സകല അനുഗ്രഹങ്ങളും അനുഭവങ്ങളെക്കാട്ടി കൂടുതൽ ദൈവവുമായിട്ടുള്ള ബന്ധമായിരുന്നു. ആ ബന്ധം ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു വലിയ ഉറ്റ ബന്ധമുണ്ട്. അവർ യുദ്ധത്തിന് പോയി കഴിഞ്ഞ് ഭർത്താവ് യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ വാർഫെയറിനായിട്ട് മുമ്പിലോട്ട് സോൾജറായിട്ട് പോയെങ്കിലും ഭാര്യ സ്നേഹമുള്ളവളാണെങ്കിൽ വെയിറ്റ് ചെയ്യും. അതല്ല സ്നേഹമുള്ളവളല്ലെങ്കിൽ അവൾ അലഞ്ഞു നടക്കും. ദൈവം നമുക്ക് സൃഷ്ടാവായിട്ട് നിൽക്കുമ്പം നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ അനാഥരല്ല. അതിനെക്കുറിച്ച് ഒരു ടോപ്പിക്ക് പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അപ്പം ദൈവം പറയുന്നത് ദൈവമാണ് ജീവൻ തരുന്നത്, ദൈവമാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്, ദൈവമാണ് നമ്മളെ നടത്തുന്നത്, ദൈവം നമ്മളെ തിരിച്ചു വിളിക്കും. അപ്പം വി ആർ സ്പിരിറ്റ് ബീയിങ് ഹാവിങ് എ സ്മോൾ ജേർണി ഓൺ ദിസ് എർത്ത് ഫോർ എ സർട്ടൻ പീരിയഡ്. ഇറ്റേണിറ്റി, എന്നേക്കുമായിട്ടുള്ള കാലയളവ് നോക്കുമ്പം നമ്മുടെ ജീവിതം വളരെ വളരെ ഷോർട്ട് പീരിയഡാണ്. ബട്ട് ദിസ് ഷോർട്ട് പീരിയഡ് ഡിറ്റർമിൻസ് അവർ ഡെസ്റ്റിനി. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം എവിടെയായിരിക്കും തീരുമാനിക്കേണ്ട സമയം ഇതാണ്. അതുകൊണ്ട് സത്യത്തിൽ നമ്മൾ എല്ലാം മാറ്റിവെച്ച് സമയമെടുത്ത് തലമുറകൾ ദൈവത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ വേണ്ടി വേലി കെട്ടി പ്രാർത്ഥിക്കണം. ഈ സമയത്ത് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നപ്പം ഞങ്ങൾക്കൊരു നല്ല പ്രേയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒത്തിരി അംഗങ്ങളല്ല. അവിടെ അധികാരികളാരും വരത്തില്ല. ആ ടൈമിൽ ഞങ്ങൾ താമസിക്കും. അച്ഛന്മാർ വരത്തില്ല, പാസ്റ്റേഴ്സ് വരത്തില്ല. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് പ്രാർത്ഥന നടത്തിയത്. എനിക്ക് അരാംകോയ്ക്ക് അകത്തായതുകൊണ്ട് നല്ല ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പം എൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സ് വരും. അപ്പോൾ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് എന്നെക്കാട്ടി ഒത്തിരി പ്രായം കുറഞ്ഞ ആളാണ് പ്രാർത്ഥനയ്ക്ക് കയറി വന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് മുട്ടറ്റത്തോളം വെള്ളത്തിലാണ് ആ കൊച്ചു നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചു, എന്താ നിൻ്റെ വീട്ടിലെല്ലാവരും പ്രാർത്ഥനയുള്ളവരാണോ എന്ന് ചോദിച്ചു. ഒരു കത്തോലിക്കരാണ്. അപ്പോൾ ആ കൊച്ചു എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മയും അപ്പനും പിതാക്കന്മാരും വിശുദ്ധനും എല്ലാവരും പ്രാർത്ഥനയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ഭവനമാണ്. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, പള്ളിയിലല്ല അവരുടെ വീട്ടിൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ അല്ല, നീയെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ മുട്ടോളം വെള്ളത്തിലാണല്ലോ നിൽക്കുന്നതെന്ന്. അത് കഴിഞ്ഞത് എൻ്റെ കൂടെ ക്ലാസ്സിൽ വചനം പഠിക്കാനും എൻ്റെ കൂടെ വളരെ ഫ്രണ്ടായി. എന്നാൽ അധികം താമസിയാതെ കുറേ നാൾ കഴിയുമ്പോൾ കുട്ടി മരിച്ചുപോയി.
പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി ആ ദേശത്തുള്ള എല്ലാവരുടെയും പേരും കൊണ്ടുവന്ന് എൻ്റെ കൊണ്ടുവരും. ആൻറ്റി ഇവരുടെ പേരോട് വെച്ച് പ്രാർത്ഥിക്കുക. ഞാൻ വിചാരിക്കും ഇന്ന് തീരുന്നേക്ക് അടുത്ത ദിവസം വേറെ കുറേ കൂടെ കൊണ്ടുവരും. അങ്ങനെ ആ കുട്ടി ഒത്തിരി പേരെ കൊണ്ടുവരുമ്പോൾ ഞാനെപ്പോഴും ആ കൊച്ചിനെ ജോൺ ഓഫ് ആർക്ക് എന്നാണ് വിളിക്കുന്നത്. ഈ അടുത്തിടെ എൻ്റെ ആ ഫ്രണ്ടിൻ്റെ അപ്പൻ എന്നെ വിളിച്ചിട്ട് എന്നെക്കാട്ട് പ്രായം കൂടുതലാണ് എന്നെ വിമല ചേച്ചി എന്നാണ് വിളിക്കുന്നത്. ഐ റിയലി ലവ് ഹിം. ആ സ്നേഹം, വിമല ചേച്ചി എന്തുണ്ട് വിശേഷം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹം, ആ മകള് എന്നോട് സ്നേഹിച്ച ആ സ്നേഹത്തിലാണ് അദ്ദേഹം എന്നെ ഇപ്പോഴും കാണുന്നത്. ഞാൻ പറയും നമ്മൾ സഭകളെ കുറ്റം പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ. ചില സഭകളിൽ ദൈവമില്ല, ചില ഉണ്ടെന്ന് പറയും, നമ്മൾ സൂക്ഷിക്കണ്ടേ. ഹു ആർ വി ടു ജഡ്ജ്? ആത്മാവിൻ്റെ തീഷ്ണതയിൽ ഒരു ദേശത്തെ മുഴുവനും ദൈവത്തിലാക്കി വെച്ച് ആ കുട്ടി സ്വർഗത്തിലേക്ക് പോയി. ഇന്നിപ്പോൾ അവർക്ക് 3 ആൺമക്കളാണ്. 3 ആൺമക്കളും ഈ വലിയപ്പച്ചൻ പറയുന്നത് 3 ആൺമക്കളും എത്ര മഹത്തരമായിട്ട് ജീവിക്കുന്നു. ഓരോരുത്തർ പഠിച്ചു കഴിഞ്ഞ് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആ കുടുംബത്തിന് അപ്പോൾ പാരമ്പര്യമായിട്ട് ദൈവത്തെ വിളിക്കുന്നവരുടെ ഒരു മഹത്വം അത് അനുഭവിച്ചറിയണം. അവർ പറയണം. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ളവരൊന്നും വീട്ടിലിരിക്കില്ല. അവർ പറയണം മറ്റുള്ളവരോട് നല്ല ബലത്തോടെ. തലമുറയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. അതിൻ്റെ ഫലം എൻ്റെ കുഞ്ഞുങ്ങളിൽ കാണും. കാരണം ഒരു വൃക്ഷം അതിൻ്റെ ഫലം കൊണ്ടാണ് അറിയുന്നത്. ഫലം നിറച്ച് ഫലം ഇന്നിട്ട വളമല്ല, തലമുറയ്ക്ക് മുമ്പിട്ട വളം. എബ്രായ ലേഖനം 11:3 ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി യൂണിവേഴ്സ് വാസ് ഫോംഡ് അറ്റ് ഗോഡ്സ് കമാൻഡ് സോ ദാറ്റ് വാട്ട് ഈസ് സീൻ വാസ് നോട്ട് മെയ്ഡ് ഔട്ട് ഓഫ് വാട്ട് വാസ് വിസിബിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മലയാളം ഇങ്ങനെയാണ്: ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. അതായത് ദൈവം നമുക്ക് ബുക്ക് എഴുതി തന്നിരിക്കുകയാണ്. ഇതാണ് ബൈബിളാണ് നമ്മുടെ ആധാരം. നമ്മുടെ ആധാരം ഇതാണ്. ഇതിനകത്ത് ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കേണ്ട സകല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബുക്കിനകത്ത് ഇല്ലാത്ത കാര്യം, മനുഷ്യന് ആവശ്യമുള്ളത് മുഴുവനും ഈ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാനൊക്കെ ലോ പഠിച്ച വ്യക്തിയാണ്. ഇംഗ്ലണ്ടിൽ പോയി ബാരിസ്റ്റർ ലോ പഠിച്ച വ്യക്തിയാണ്. നാട്ടിൽ നിന്ന് കേരള കൊച്ചിയിൽ ഉള്ള ലോ കോളേജിൽ നിന്ന് ലോ പഠിച്ചു കഴിഞ്ഞാണ് ഇതെല്ലാം പഠിച്ച വ്യക്തിയാണ്. ഞാൻ എത്രയോ ബുക്കുകൾ വായിച്ച് പ്രാക്ടീസ് ചെയ്ത വ്യക്തിയാണ്. അതൊക്കെ ഒരു 1000 ബുക്കും എടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു കേസ് ആർഗ്യൂ ചെയ്യാനായിട്ട് കോടതിയിൽ കൊണ്ടുപോകും. നമ്മൾ ബുക്ക് ഇങ്ങനെ നിരത്തി വെക്കും, എന്നിട്ട് അതിനെന്തോ ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഒരൊറ്റ ബുക്ക് മതി, വേറൊരു ബുക്ക് ആവശ്യമില്ല. ഈ ഒരൊറ്റ ബുക്ക്. ഡു യു നോ ദിസ്? ഇതിനകത്തെ കണ്ട് ആരാണ് ഇതിൻ്റെ ഓതറെന്നറിയാമോ? അനേക മക്കൾ 40 പേര് ഓരോ കാലകൾ 1500 1400 വർഷം കൊണ്ട് എഴുതാമെന്നൊക്കെ പറയുന്നു. അതാണോ കാര്യം? These are actually spirit authorized words of the living God. ദൈവം പറയുന്നത് വിശ്വാസത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം പറഞ്ഞുണ്ടാക്കിയതാണ് ഭൂമി. അത് പറയണം. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയണം. അതാണ് വിശ്വാസത്തിൻ്റെ കണ്ണെന്ന് പറയുന്നത്. സത്യത്തിൽ ഇതൊരു വലിയ സങ്കടകരമായ അവസ്ഥയാണ്. വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ല. സ്വർഗത്തിൽ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് യു സീ ഗോഡ് ഫേസ് ടു ഫേസ്. പക്ഷെ വിശ്വാസം ഇവിടെയാണ്. ആർക്കാ? വിശ്വാസികളാണെന്ന് നമുക്ക് ഉണ്ടോ? ആ വിശ്വാസത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് വചനം വായിച്ച് അതിൻ്റെ പടികൾ, അതായത് അടിസ്ഥാനം ഉറപ്പിച്ചിട്ട് കയറിപ്പോവുകയാണെങ്കിൽ ആ ഉറപ്പിച്ചതിന്മേൽ പണിയുന്ന തലമുറകൾ ഒരിക്കലും നശിച്ചു പോകാനൊക്കത്തില്ല. പിന്നെ എന്തെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോയെന്ന് വിചാരിക്കുക, വഴിതെറ്റിപ്പോയിട്ട് ബോധമില്ല. പക്ഷെ മരിക്കുന്നതിന് മുൻപ് മരിച്ചാൽ പോലും ഉയർത്തെഴുന്നേൽപ്പിച്ച് വെച്ച് അവനെ യേശുവിനെ ആക്കിയേച്ച് തിരിച്ചു കൊണ്ടുപോകും ദൈവം. കാരണം അവൻ്റെ വിശ്വസ്തത വലുതാണ്. അങ്ങനെയുള്ള ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അമ്മമാർ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് മകൻ ഒരിക്കലും ദൈവത്തെ കാണൂല. പക്ഷെ മരിക്കുന്നതിന് മുൻപേ ഒരു ചെറിയ മരണം അവൻ ഇട്ട് കൊടുക്കും ദൈവം, ഒരു പേടിപ്പിക്കും. അന്നേരം അവൻ ദൈവമേ എന്ന് വിളിച്ചു അവൻ്റെ പാപമല്ലേ ഏറ്റു പറഞ്ഞു വെച്ച് അവൻ വീണ്ടും 2ാമത് യേശുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ദീസ് ആർ പോസിബിൾ ബിക്കോസ് ഹീ ഈസ് ദി ഓതർ ഓഫ് ഫെയ്ത്ത്. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിനെ നോക്കുക. അതാണ് നമ്മുടെ വെളിച്ചം. എബ്രായ ലേഖനത്തിൽ അത് വായിക്കാം. പരിശുദ്ധാത്മാവ് അതോറിറ്റി നമ്മുടെ മുകളിൽ ദൈവമുണ്ടെന്ന് ആദ്യമേ വിശ്വസിക്കണം.
ഇത് നമ്മൾ മറന്നു പോകാൻ ഇടയാകരുത്. മറക്കുന്നത് എളുപ്പമാണ്, നമ്മളെല്ലാവർക്കും മറവിയുണ്ട്. ഞാൻ 2 ദിവസം വായിച്ചില്ലെങ്കിൽ എനിക്ക് സംശയം കയറി വരും. അതുകൊണ്ട് എല്ലാ ദിവസവും വായിക്കും. പ്രത്യേകിച്ച് റെക്കോർഡിങ്ങിൻ്റെ ദിവസം റെക്കോർഡിംഗ് എടുക്കുന്നതിന് മുമ്പ് ഒരു 1000 വട്ടം ഈ വചനം ഇങ്ങനെ പകലും രാത്രിയും നമ്മുടെ മനസ്സിൽ കൂടെ ഓടുകയാണ്. അതാ പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകൻ. ഇത് ഇബ്രായലേഖനം 12 2 വാക്യം വളരെ വായിക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിന് യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. ക്രൂശ് ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തി, അതായത് ക്രൂശ് എന്ന് പറയുമ്പോൾ കർത്താവിനെ തിരുശരീരം അനുഭവിക്കും, തിരുരക്തവും അനുഭവിച്ച വ്യക്തി ക്രിസ്തുവിൻ്റെ കൂടെ ചേർന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ കൂടെ പിതാവിൻ്റെ വലതുഭാഗത്ത് അല്പനേരമെങ്കിലും ഇരിക്കാൻ ദിനംപ്രതി സാധിക്കും. ഉറപ്പാണത്. ഇത് ഈ മനുഷ്യന് മാത്രമേ ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. ഞാൻ വചനം എടുക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയും, നിങ്ങൾ ഇമാജിൻ ചെയ്യുക നമ്മൾ സ്വർഗത്തിലായിരിക്കും. പോർട്ടൽ എന്ന് പറയും, സ്വർഗം അങ്ങോട്ട് തുറന്നു തരും, ദൈവമക്കൾ കയറി വരുമ്പോൾ. എപ്പം ദൈവം നമ്മളെ സ്വർഗത്തിൽ ദിനംപ്രതി ദൈവസന്നിധിയിൽ ചെന്നിരിക്കാമെങ്കിൽ എല്ലാ ദിവസവും യേശുവിനെ പ്രാർത്ഥിക്കാനിരിക്കും. കർത്താവ് ആദ്യമേ എൻ്റെ ശരീരത്തിലുള്ള അഴുക്ക് ശക്തികളെ, അന്ന് പ്രാർത്ഥിച്ചേക്കൂടെ വന്ന പിശാചുക്കളെ, പാമ്പുകളെ എല്ലാത്തിനും കരിച്ച് ഒഴുക്കി കഴുകി കളഞ്ഞേച്ച് വീണ്ടും കുളിപ്പിച്ച് പുതിയ വസ്ത്രം ഉടുപ്പിച്ച് സ്വർഗവാതിൽ തുറന്ന് ഞങ്ങളെ മേളിൽ കൊണ്ടുപോയി യേശുവിന് പിതാവിൻ്റെ അടുക്ക് കൊണ്ടുപോയി ഇരുത്തും. ഇത് ദിനംപ്രതി ഞങ്ങൾ ചെയ്യുന്നതാണ്. കാരണം എന്താ, ദിനംപ്രതി ഈ ഫോളൻ വേൾഡിലെ പാപത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ദേഹം ആത്മാവിൻ്റെ ഏതെങ്കിലും തലത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം നമ്മൾ ദൈവത്തിന് അതോറിറ്റി എന്ന് അറിയാതെ മാറിപ്പോൾ. അതുകൊണ്ടാണ് എന്നും കഴുകണം. ഇന്നലത്തെ മന്ന പോരാ കേട്ടല്ലോ, ഇന്നത്തെ മന്ന. ദൈവം അധിക ശക്തിയോടെ ഈ അതോറിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ലോർഡ്, യു ആർ ദി ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവന് നീയാണെങ്കിൽ ഞങ്ങളുടെ കണ്ണ് വേറെങ്ങും വിടരുതേ. അല്പനേരത്തേക്ക് നിന്നിൽ മാത്രം ഒന്ന് ഇരിക്കാനുള്ള കൃപ താപിച്ച അനേക മക്കൾക്ക് ഇതൊരു വിടുതലായി മാറട്ടെ അപ്പച്ച. ഞങ്ങളെല്ലാം അവിടെ ഇവിടെ ഓടി നടക്കുന്നത് വി ആർ മെയ്ഡ് ഇൻ ടു ദ റിലീജിയസ് റെസ്ലിംഗ് പ്ലേസ് ലോർഡ്. നമ്മൾ തന്നെത്താനെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിലെ കൂടെ പോയാലേ ദൈവം പ്രീതിപ്പെടുത്തുള്ളൂ എന്ന് നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കുക. അതിന് പകരം പിതാവിൻ്റെ അടുക്കലേക്ക് മക്കൾ ഓടിച്ചെല്ലുന്നത് പോലെ കയറി ചെല്ലാനുള്ള അവകാശം തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. അതെങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിൽ കൂടെ. അതുതന്നെയല്ല, യേശുവിൻ്റെ രക്തം ഞങ്ങൾ അനുഭവിക്കുകയും തിരുശരീരം ഭക്ഷിക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഞങ്ങൾ നിന്നിലും നീ ഞങ്ങളിലുമാകുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6:53 തൊട്ടുള്ള വാക്യം വ്യക്തമായിട്ടും പറയുന്നു. അതിനാൽ ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ നിൻ്റെ അതോറിറ്റിയുടെ കീഴിൽ വരികയാണ്. അപ്പച്ചനാണ് സൃഷ്ടാവെങ്കിൽ ഞങ്ങളുടെ സൃഷ്ടാവ് നീ തന്നെ ആകിയാൽ ഞങ്ങൾ നിന്നെ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഞങ്ങളുടെ തലമുറകളും കുടുംബമായിട്ട് ആ ജീവവെള്ളത്തിനകത്ത് നിൽക്കട്ടെ അപ്പച്ച. വേറൊരിടത്ത് പോയി നിൽക്കാനൊക്കത്തില്ല. വൃക്ഷങ്ങൾ പോലും വേര് മാറി സ്ഥലം മാറുന്നതായിട്ട് ഞാൻ ഈ അടുത്തിടെ കണ്ടു കർത്താവേ. നാഷണൽ ജിയോഗ്രഫിയിൽ വൃക്ഷങ്ങൾക്ക് വേര് മാറി സ്ഥലം മാറി ജീവിക്കാൻ നോക്കുമെങ്കിൽ നമ്മുടെ തലമുറകൾ എവിടെയെങ്കിലും വേര് മാറി വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചുകൂടെ കൊണ്ടുവരണം. ഇപ്പോൾ റൈറ്റ് നൗ തിരിച്ചു കൊണ്ടുവന്ന് ആ ജീവനദിക്കകത്ത് നിർത്തി സന്തോഷിപ്പിക്കുക. കർത്താവ് വേലി കെട്ടിക്കൊടുത്താട്ട് ആടുകളുടെ ഇടയനായി ദൈവം ഇറങ്ങി വന്ന് വിശ്വാസം ഇട്ടുകൊടുത്ത് പുതു സൃഷ്ടിയാക്കി തരുന്നതിന് നന്ദി, സ്തോത്രം. അപ്പച്ചൻ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. വളരെ അടുത്ത് അപ്പച്ചൻ നിൽക്കുന്നതായിട്ട് അടിയന് തോന്നിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.